ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ BSc മലയാളം സാഹിത്യവും മാനവികതയും എന്ന പുസ്തകത്തിൽ BA വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള 4ാമത്തെ മൊഡ്യൂളിൽ പുതിയ കാലം പുതിയ മൂല്യങ്ങൾ എന്ന ഭാഗത്ത് മതേതരത്വത്തെക്കുറിച്ചിട്ടും ഡിജിറ്റൽ മാനവികതയെക്കുറിച്ചിട്ടും കോവിഡ് നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം എന്നീ ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാനുണ്ട്. അതിലേക്കാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. നമുക്കറിയാം, ഈ മാനവികത എന്നുള്ളത് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റാസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഹ്യൂമനിസം എന്ന് ഇന്ന് നാം ഉപയോഗിക്കുന്ന ഒരു വാക്കിൻ്റെ പിറവി തന്നെ. ടു ബി ഹ്യൂമൻ എന്ന അർത്ഥത്തിലാണ് ആ പദം നാം ഉപയോഗിക്കുന്നത്. മാനുഷിക മൂല്യങ്ങളുടെ പൂർണ്ണ വികാസത്തെ ലക്ഷ്യം വയ്ക്കുന്ന ഒരാശയമാണ് മാനവികത എന്നുള്ളത്. അതായത് മതപരവും മതേതരവുമായ മൂല്യങ്ങൾ ലയിച്ചുണ്ടായ മാനുഷിക വീക്ഷണമാണ് മാനവികത. നന്മ, കാരുണ്യം, അനുതാപം, ധൈര്യം, ഉൾക്കൊള്ളൽ, യുക്തിചിന്ത, വിവേചനശേഷി, ജ്ഞാനം തുടങ്ങി മനുഷ്യാന്തസ്സിനും ജീവിത ഗുണത്തിനും വില കൽപ്പിക്കുന്നതെല്ലാം ഈ മാനവികത എന്ന് പറയുന്ന ഒരു കുടയുടെ കീഴിലാണ് എന്ന് നാം മനസ്സിലാക്കണം. ഏകദേശം 19ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് നാം ഇന്ന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് വ്യവഹരിക്കുന്ന അർത്ഥത്തിൽ മാനവികത എന്ന പദം പ്രചാരം നേടിയത് എന്നുള്ള കാര്യം ഓർത്തിക്കുക. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒന്നാണ് ഡിജിറ്റൽ മാനവികത എന്നുള്ളത്. സാങ്കേതികവിദ്യ ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഡിജിറ്റൽ വിപ്ലവം ജനങ്ങളുടെ ദിനചര്യയെ തന്നെ മാറ്റിമറിച്ചു. മനുഷ്യർ അന്നുവരെ അനുഭവിച്ചു പോന്നിരുന്ന സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, സാങ്കേതിക മേഖലകൾ അടിമുടി മാറ്റത്തിന് വിധേയമാകുന്നൊരു കാലമാണ് ഡിജിറ്റൽ യുഗം എന്നുള്ളത്. പുതിയ സാധ്യതകളെ ആഴത്തിൽ മനസ്സിലാക്കുകയും അത് ഉത്തരവാദിത്തപൂർണമായി മാനുഷിക മൂല്യങ്ങളെ ഡിജിറ്റൽ ലോകവുമായി ബന്ധിപ്പിക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യത കൂടി അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയ്ക്ക് കീഴടങ്ങാതെ സംരക്ഷിക്കുകയും ശക്തപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഡിജിറ്റൽ മാനവികതയുടെ ലക്ഷ്യം. നമുക്കറിയാം, വിവരങ്ങളും അറിവുകളും ലഭിക്കുന്നതിൽ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുക എന്നുള്ളതാണ് വലിയൊരു അതിൻ്റെ ലക്ഷ്യം. കാരണം ഈ ഡിജിറ്റൽ വിടവ് ഈ തലമുറയ്ക്കുള്ളിലുണ്ട് എന്നുള്ളതാണ്. അത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങൾ സമൂഹത്തിൽ വ്യാപകമാകുന്നതിനനുസരിച്ച് അതിൻ്റെ ഉപഭോക്താവായ വ്യക്തിയും അത്തരം അറിവുകൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അകലം വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും ഇൻ്റർനെറ്റും പരിചിതമായ ഒരാളുടെ ലോകം മറ്റൊരാളുടെ ലോകത്തേക്കാൾ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. അയാളുടെ ചിന്തയും വീക്ഷണവും ഡിജിറ്റൽ ലോകത്തിലൂടെ പരിചയപ്പെട്ട ലോകവിവരങ്ങളെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ മറ്റൊരാളുടെ ലോകം അങ്ങനെയല്ല എന്നുള്ളതാണ്. അയാൾ സ്വാഭാവികമായിട്ടും പഴഞ്ചൻ എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെടും എന്നുള്ളത്. അങ്ങനെ ഡിജിറ്റൽ മാനവികത മനുഷ്യജീവിതത്തെ കൂടുതൽ മനുഷ്യത്വപരവും ധാർമ്മികവുമായ ഒരു മൂല്യസംഹിതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ വയോധികർക്കും അരികുവൽക്കരിക്കപ്പെട്ടവർക്കും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ തത്വം എന്നുള്ളത്. വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും അവയെ ആഗോളതലത്തിൽ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യുന്നതിനും ഡിജിറ്റൽ മാനവികത പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഡാറ്റ സയൻറ്റിസ്റ്റുകളായാലും മതപണ്ഡിതന്മാരായാലും സാഹിത്യ പണ്ഡിതന്മാരായാലും ചരിത്രകാരന്മാരായാലും വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ അതേസമയം ചില ധാർമ്മിക പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുന്നതിനെയും അനുതാപപൂർവ്വം പരിഹരിച്ചു കൊണ്ട് വേണം ഇത്തരം മുന്നേറ്റങ്ങൾ നടത്താൻ എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്ന മറ്റൊരു ഭാഗമാണ് കോവിഡും നിർമ്മിതി ബുദ്ധിയുടെ സ്വാധീനവും മൂല്യബോധത്തിലുണ്ടായ മാറ്റം എന്നുള്ളത്. നമുക്കറിയാം, AI എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ്, മനുഷ്യനെ പോലെ ചിന്തിക്കുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കമ്പ്യൂട്ടറുകളെയാണ് നിർമ്മിത ബുദ്ധി അഥവാ കൃത്രിമ ബുദ്ധി AI എന്ന് നമ്മൾ പറയുന്നത്. ഇവയ്ക്ക് മനുഷ്യ ഭാഷകൾ മനസ്സിലാക്കി പ്രതികരിക്കാനും സ്വതന്ത്രമായി തീരുമാനമെടുക്കാനും വിവരങ്ങൾ വിശകലനം ചെയ്യാനും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിവരങ്ങളെ വിവിധ രൂപത്തിൽ നൽകാനും വിവിധ ജോലികൾ ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. നമുക്കറിയാം, കോവിഡ്-19 ശേഷമാണ്
സാധാരണക്കാരുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് നിർമ്മിതി ബുദ്ധി അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദ്യയുടെ വ്യാപനം വന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു വിരൽ തുമ്പിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു, ആവശ്യമായ സാമ്പത്തിക അകലം പാലിക്കേണ്ട ഒരു കാലം വന്നപ്പോൾ സാധാരണക്കാർക്ക് പോലും സാമ്പത്തിക ഇടപാടുകൾ ഓൺലൈനായി ചെയ്യാൻ നമ്മൾ പഠിക്കുകയും ആവശ്യമായ വസ്തുക്കൾ ഓർഡർ ചെയ്ത് വരുത്താനും നമ്മൾ ശീലിക്കുന്നു. മറ്റുള്ളവർക്ക് ഗുണകരമാണെന്ന് തോന്നുന്ന വാർത്തകളും വിവരങ്ങളും ആരോഗ്യപരമായി ലഭിക്കുന്ന അറിവുകളും നിർദ്ദേശങ്ങളും നാം ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാനും ആരംഭിച്ചു. മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ടും സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ടും ഇടപഴകിയിരുന്ന അന്നത്തെ ജീവിത രീതി മാനുഷിക മൂല്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ഡിജിറ്റൽ സാക്ഷരതയിലേക്കും ഓൺലൈൻ സങ്കേതങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലൊക്കെ നമ്മൾ മാറ്റപ്പെട്ടു എന്നുകൂടി മനസ്സിലാക്കുക. അതേസമയം AI സഹായത്തോടെ ടെലിമെഡിസിൻ പോലുള്ള ഡിജിറ്റൽ ഹെൽത്ത് സംവിധാനങ്ങൾ ജനവിശ്വാസം നേടിയെടുക്കുന്ന ഒരു കാലത്തിലേക്കൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. വിവരങ്ങൾ ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനങ്ങൾ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമായപ്പോൾ സമൂഹം അക്ഷരാർത്ഥത്തിൽ വിവരാധിഷ്ഠിത സമൂഹമായി മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ബുദ്ധി സമൂഹത്തെ ഡിജിറ്റൽ തലത്തിലേക്കും കാര്യക്ഷമമായി നയിക്കപ്പെടുമ്പോൾ കോവിഡിന് ശേഷം അല്ലെങ്കിൽ കോവിഡ് കാലഘട്ടം മാനുഷിക മൂല്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇവ രണ്ടും ചേർന്ന് മാനുഷിക മൂല്യങ്ങളും ഡിജിറ്റൽ മാനവികതയും ഒരേപോലെ മൂല്യമർഹിക്കുന്ന ഒരു പുതിയ സാമൂഹിക യാഥാർത്ഥ്യം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി. ഈ ഭാഗം പരിശോധിക്കുമ്പോൾ ആധുനിക ഇന്ത്യയുടെ മൂല്യങ്ങൾ ഭരണഘടന ആത്മാവിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് എന്നൊക്കെ നാം പറയേണ്ടതുണ്ട്. പുതിയ കാലം സൃഷ്ടിക്കുന്ന പുതിയ മൂല്യങ്ങൾ ഒരിക്കലും പഴയ മൂല്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. മറിച്ച് അവയെ പുനർവ്യാഖ്യാനിച്ചും കൂടുതൽ വ്യാപ്തി കൊടുത്തും ശക്തിപ്പെടുത്തിയും സമൂഹത്തെ കൂടുതൽ നീതിപൂർണവും എല്ലാ തലങ്ങളെയും സ്പർശിച്ചു എന്നുള്ളതാണ്. ഡിജിറ്റൽ ആക്സസ് എന്നത് ജീവനും സ്വത്തിനുമുള്ള മൗലിക അവകാശത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നുമുള്ള സുപ്രീം കോടതി വിധി ഇതിനുദാഹരണമാണ്. ഡിജിറ്റൽ കാലത്തെ മൂല്യങ്ങളെ എങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ സ്വത്വം നിലനിർത്തിക്കൊണ്ട് നിർവചിച്ചു എന്ന് പരിഗണിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ സ്വപ്നങ്ങളും ഡിജിറ്റൽ കാലത്തിൻ്റെ സാധ്യതകളും സമന്വയിക്കുന്ന ഒരു പുതിയ മൂല്യവ്യവസ്ഥിതിയിലേക്കാണ് ഈ പുതിയ കാലം നമ്മെ നയിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.